നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അവരുടെ മാൻ പവർ പ്ലാനിംഗ് ആൻഡ് റിക്രൂട്ട്മെന്റ് ഡിവിഷൻ സെൻട്രൽ ഓഫീസ് മുംബൈ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് യൂണിയൻ ബാങ്കിൽ നിലവിലുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികകളിലേക്ക് 2024 ഫെബ്രുവരി 3 മുതൽ 23 തീയതി വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുക. കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് ക്വാളിഫിക്കേഷൻസ് ഉള്ളതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഇത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തവരോട് മറക്കരുത്. അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക, 2024 ഫെബ്രുവരി 23 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പല പോസ്റ്റുകളുണ്ട്. വേക്കൻസികളുടെ എണ്ണവും പോസ്റ്റും പറയാം. ചീഫ് മാനേജർ IT സൊല്യൂഷൻസ് ആർക്കിടെക്ട് 2 വേക്കൻസി, ചീഫ് മാനേജർ IT തന്നെ ക്വാളിറ്റി അഷുറൻസ് ലീഡ് 1 വേക്കൻസി, IT സർവീസ് മാനേജ്മെന്റ് എക്സ്പെർട്ട് 1, ഏജിൽ മെത്തഡോളജി സ്പെഷ്യലിസ്റ്റ് അത് 1 വേക്കൻസി, ആപ്ലിക്കേഷൻ ഡെവലപ്പർ 4 വേക്കൻസി, അതുപോലെ സീനിയർ മാനേജർ ഡെവലപ്മെന്റ് സെക്ഷൻ ഓവർസിയേഴ്സ് എഞ്ചിനീയർ 2 വേക്കൻസി, അതുപോലെ സീനിയർ മാനേജർ IT അത് 2 വേക്കൻസി, സീനിയർ മാനേജർ റിസ്ക് 20 വേക്കൻസി, സീനിയർ മാനേജർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് 14 വേക്കൻസി, മാനേജർ IT 2 വേക്കൻസി, മാനേജർ IT ഫ്രണ്ട് എൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ 2, മാനേജർ IT ഫ്രണ്ട് എൻഡ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് 2 വേക്കൻസി, മാനേജർ IT ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം എഞ്ചിനീയർ 2 വേക്കൻസി, മാനേജർ റിസ്ക് 27 വേക്കൻസി, മാനേജർ ക്രെഡിറ്റ് 371 വേക്കൻസി, മാനേജർ ലോ 25 വേക്കൻസി, മാനേജർ ഇന്റഗ്രേറ്റഡ് ട്രഷറി ഓഫീസർ 5 വേക്കൻസി, മാനേജർ ടെക്നിക്കൽ ഓഫീസർ 19 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 2 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ സിവിൽ എഞ്ചിനീയറിംഗ് 2 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ ആർക്കിടെക്ട് 1 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ ഓഫീസർ 30 വേക്കൻസി ആൻഡ് അസിസ്റ്റന്റ് മാനേജർ ഫോറക്സ് 73 വേക്കൻസി. അങ്ങനെ ആകെ 606 വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിലേക്ക് റിസർവേഷൻ ഒക്കെ ഉണ്ട്. ഇനി പ്രധാനമായിട്ടുള്ളത് ഷെഡ്യൂൾ ഓഫ് ഇവന്റ്സ് എന്ന് പറയുകയാണ്. 2024 ഫെബ്രുവരി 3 മുതൽ 23 വരെയാണ് നിങ്ങൾക്ക് ഇന്ന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടെ നോക്കാം. പലതിനും എക്സ്പീരിയൻസ് വേണ്ടതുണ്ട്, എക്സ്പീരിയൻസ് വേണ്ടാത്ത പോസ്റ്റുകളുമുണ്ട്. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ചീഫ് മാനേജർ IT 30 മുതൽ 45 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതിന് കുറെ ക്വാളിഫിക്കേഷൻ MCA, അതുപോലെ BA അല്ലെങ്കിൽ BTech ഡിഗ്രി, കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ പഠിച്ചവർക്ക് എല്ലാം അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ MTech അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, ഇതിനൊക്കെ മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഗ്രാജുവേഷനിലും 60% മാർക്ക് വേണം. പിന്നെ പ്രത്യേകം 10 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിലെ ബന്ധപ്പെട്ട ഡൊമൈനിൽ തന്നെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത് ചീഫ് മാനേജർ IT ക്വാളിറ്റി അഷുറൻസിന്റെ ആണെങ്കിൽ മിനിമം 30 മുതൽ 45 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ 10 വർഷം എക്സ്പീരിയൻസ് ആയിരിക്കും. മിനിമം 5 വർഷമെങ്കിലും ബന്ധപ്പെട്ട ഡൊമൈൻ എക്സ്പീരിയൻസ് ആയിരിക്കണം. BTech കമ്പ്യൂട്ടർ സയൻസ്, IT, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ MCA, MTech കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. ഗ്രാജുവേഷനിലും മിനിമം 60% മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചീഫ് മാനേജർ IT അത് സർവീസ് മാനേജ്മെന്റിനും ഇതേ ക്വാളിഫിക്കേഷനാണ്. 30 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിലും 10 വർഷം എക്സ്പീരിയൻസ്, മിനിമം 5 വർഷമെങ്കിലും ഡൊമൈനിലുള്ള ബന്ധപ്പെട്ട മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ചീഫ് മാനേജർ എജൈൽ മെത്തഡോളജി സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസിക്ക് 30 മുതൽ 45 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയും. ഇതിനും 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 6 വർഷം ബന്ധപ്പെട്ട ഡൊമൈനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്താ പറഞ്ഞാൽ MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MTech കമ്പ്യൂട്ടർ സയൻസ്, BTech കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, IT, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഡിഗ്രിക്കും മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്ത സീനിയർ മാനേജർ IT, അതിനും ഇതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ്. 28 മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് MCA ഉള്ളവർക്ക് അപേക്ഷിക്കാം, MSc കമ്പ്യൂട്ടർ സയൻസ്, MTech ഉള്ളവർക്ക് അപേക്ഷിക്കാം, BTech കമ്പ്യൂട്ടർ സയൻസ്, BTech IT, BTech സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. ഇവർക്ക് മിനിമം സീനിയർ മാനേജർക്ക് 7 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മിനിമം 3 വർഷമെങ്കിലും ബന്ധപ്പെട്ട മേഖലയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. അതുപോലെ സീനിയർ മാനേജർ IT, അതിനും 28 മുതൽ 38 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയും. അത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും 7 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിൽ 3 വർഷം ബന്ധപ്പെട്ട ഡൊമൈനിലായിരിക്കണം. നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് ഇതിലും ഉള്ളത് പറഞ്ഞിട്ടുള്ളത്. അത് സീനിയർ മാനേജർ ITക്കും ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. 28 മുതൽ 38 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മിനിമം 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 വർഷമെങ്കിലും ബന്ധപ്പെട്ട മേഖലയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. അടുത്തത് സീനിയർ മാനേജർ റിസ്ക് എന്നുള്ളതാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലുള്ള
ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ റിസ്ക് സർട്ടിഫിക്കേഷൻ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള പ്രൊഫഷണൽ റിസ്ക് മാനേജ്മെന്റ് ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഗ്രാജുവേഷൻ ഏത് വിഷയത്തിലായാലും മതി, പക്ഷേ 5 വർഷം ക്വാളിഫിക്കേഷന് ശേഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഏതെങ്കിലും ഷെഡ്യൂൾഡ് പബ്ലിക് സെക്ടർ ബാങ്കിലോ ഷെഡ്യൂൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിലോ ഉള്ള എക്സ്പീരിയൻസ് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് റിസ്ക് ഫംഗ്ഷനിലായിരിക്കണം. CA കഴിഞ്ഞവർക്കും CMA കഴിഞ്ഞവർക്കും CS കമ്പനി സെക്രട്ടറി കഴിഞ്ഞവർക്കും ഒക്കെ അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഫുൾ ടൈം MBA ഫൈനാൻസ് PGDM അതുപോലെ ഫൈനാൻസ് സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കും അതുപോലെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഒരു സീനിയർ മാനേജർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളതാണ്. 25 മുതൽ 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. CA അല്ലെങ്കിൽ ICW ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത മാനേജർ ITക്ക് വേണ്ട 25 മുതൽ 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിനും 7 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മിനിമം 4 വർഷമെങ്കിലും ബന്ധപ്പെട്ട ഡൊമൈനിലായിരിക്കണം. അതിന് BE അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ MCA MSc കമ്പ്യൂട്ടർ സയൻസ്, MTech കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്ത മാനേജർ IT, അതിന് 25 മുതൽ 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പിന്നെ മിനിമം 7 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 4 വർഷം ഡൊമൈനിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ, അതായത് MTech MSc കമ്പ്യൂട്ടർ സയൻസ്, MCA BE BTech കമ്പ്യൂട്ടർ സയൻസ്, IT സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത മാനേജർ റിസ്ക്, അതിനുവേണ്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, അതോടൊപ്പം റിസ്ക് മാനേജ്മെന്റിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് റിസ്കിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ റിസ്ക് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളതായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം MBA ഫൈനാൻസ് ഉള്ളവർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് ഉള്ളവർക്കും മിനിമം 60% മാർക്കുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് മാനേജർ ക്രെഡിറ്റ് എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലേഴ്സ് ബിരുദം 60% പാസ്സായവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ക്വാളിഫിക്കേഷന് ശേഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 വർഷമേലും എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം. അടുത്ത മാനേജർ ലോ എന്നുള്ളതിന് വേണ്ടി 26 മുതൽ 32 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഏതെങ്കിലും വിഷയത്തിലെ നിയമ ബിരുദം ഉള്ളവർക്ക് 50% മാർക്കോടെ പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പോസ്റ്റ് ഗ്രാജുവേഷനിൽ അവർക്ക് മുൻഗണന ലഭിക്കും. 24 വർഷം എക്സ്പീരിയൻസ് ബിരുദം നേടിയതിനു ശേഷം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ബാങ്കിൽ പ്രവർത്തിച്ച പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത മാനേജർ ഇന്റഗ്രേറ്റഡ് ട്രഷറി ഓഫീസർ എന്നുള്ള വേണ്ട ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം MBA അല്ലെങ്കിൽ PGDB അല്ലെങ്കിൽ PGDM PGPM PGDM അതിൽ ഫൈനാൻസ് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിക്സിലോ മാത്തമാറ്റിക്സിലോ എക്കണോമിക്സിലോ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇവർക്കും മിനിമം 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഫൈനാൻഷ്യൽ മേഖലയിൽ ഉണ്ടായിരിക്കണം. അത് മാനേജർ ടെക്നിക്കൽ ഓഫീസർ എന്നുള്ളതാണ്. 25 മുതൽ 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, മെറ്റലർജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ടെക്സ്റ്റൈൽ, കെമിക്കൽ എന്നീ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 60% മാർക്ക് ഉണ്ടായിരിക്കണം. 2 വർഷം ബിരുദം നേടിയതിനു ശേഷം ഏതെങ്കിലും ബാങ്കിലോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പ്രവർത്തിച്ച പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ളതാണ്. അതിന് ക്വാളിഫിക്കേഷൻസ് BE അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 60% മാർക്കിന്റെ പാസ്സാകാനായിരിക്കണം. എക്സ്പീരിയൻസ് ആവശ്യമില്ല. 20 മുതൽ 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അസിസ്റ്റന്റ് മാനേജർ സിവിൽ, അതുപോലെ അസിസ്റ്റന്റ് മാനേജർ ആർക്കിടെക്ട് ഇതിനൊക്കെയും 20 മുതൽ 30 വയസ്സിൽ അപേക്ഷിക്കാൻ കഴിയും. ഇനി വേണ്ട യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് BTech സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ആർക്കിടെക്ട് BTech ആർക്കിടെക്ചർ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സ്പീരിയൻസ് ആവശ്യമില്ല. 60% മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഒരു അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ എന്നുള്ള പോസ്റ്റിലേക്ക് സിവില്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെറ്റലർജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT, കെമിക്കൽ ഇതിൽ ഏതെങ്കിലും ഉള്ള ബിരുദം 60% മാർക്കോടെ പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്ത അസിസ്റ്റന്റ് മാനേജർ ഫോറക്സ് എന്നുള്ള പോസ്റ്റിലേക്ക് 20 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. അതോടൊപ്പം ഫുൾ ടൈം MBA PGDB PGDM PGDM അങ്ങനെയുള്ള ഏതെങ്കിലും ഫൈനാൻഷ്യൽ സ്പെഷ്യലൈസേഷനുള്ള ബിരുദം കൂടെ ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ആവശ്യം. ഇത്രയുമാണ് വേണ്ട ക്വാളിഫിക്കേഷൻസ്. അതുപോലെ SC/ST കാരായവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഓൺലൈൻ എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രൊബേഷൻ പീരീഡ് 2 വർഷം തിരഞ്ഞെടുക്കപ്പെട്ട 2 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. അതേപോലെ സെർവ് ചെയ്യുന്നവരൊക്കെ ബാങ്കിനെ 3 വർഷമെങ്കിലും സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് കൂടെ സമർപ്പിക്കണം എന്ന കാര്യം കൂടി ഓർക്കുക. 3 വർഷം സെർവ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യണം. ഇങ്ങനെയുള്ള ബോണ്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും. ഓൺലൈൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ്
അതിന്റെ കാര്യം നമുക്ക് നോക്കാം. എക്സാമിനേഷൻ സെന്ററുകൾ നോക്കാം. കേരളത്തിൽ സെന്ററുകളില്ല. കേരളത്തിനടുത്തുള്ള സെന്റർ ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂരു എന്നീ 3 സെന്ററുകളുണ്ട്. കേരളത്തിനടുത്തുള്ള 3 സെന്ററുകളാണ് ഉള്ളത്. ഇതോടൊപ്പം വേണ്ട സർട്ടിഫിക്കറ്റുകൾ, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവിംഗ് സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻസ് പ്രൂവിംഗ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് പ്രൂവിംഗ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങൾ കൊണ്ടുകൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷനോടൊപ്പം. അപ്ലൈ ചെയ്യാനായിട്ട് അതിന് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ ഫീസ് അടയ്ക്കുക, പിന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി, സിഗ്നേച്ചർ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെയും തമ്പ് ഇംപ്രഷന് ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇതൊക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ബാക്കി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസ് പറയാൻ ജനറൽ കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ് ഒക്കെ 850 രൂപയാണ്. GST ഉൾപ്പെടെയുള്ള അപേക്ഷാ ഫീസാണ്. SC/ST-കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 175 രൂപ മാത്രം ഫീസ് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് നേരിട്ട് www.unionbankofindia.co.in എന്ന സൈറ്റ് വഴി നോക്കിയിട്ട് അതിൽ പോയിട്ട് റിക്രൂട്ട്മെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ടു വ്യൂ ദ കറന്റ് റിക്രൂട്ട്മെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലൈ. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടും അതിനുശേഷം ന്യൂ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ബാക്കി നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 2024 ഫെബ്രുവരി 23 ആണ് എന്ന കാര്യം കൂടി ഓർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുത്തോടൊപ്പം ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതിനുള്ള അവസരം ലഭിക്കട്ടെ. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 2024 ഫെബ്രുവരി 23 മുമ്പ് അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.